സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ തള്ളിയതിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. മാലിന്യങ്ങൾ ശേഖരിക്കാൻ കരാർ ഏറ്റെടുത്ത സുനേജ് ഇക്കോ സിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉണ്ടായേക്കും. കമ്പനിയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടി. കേരളത്തിന് നാണക്കേടായ സംഭവത്തിൽ തമിഴ്നാട് BJP പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ബ്രേക്കിംഗ് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. മാത്രവുമല്ല, സംസ്ഥാനത്തിന് മുഴുവൻ നാണക്കേടിലാഴ്ത്തുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ അണ്ണാമല അടക്കമുള്ള നേതാക്കൾ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇനി ഇത്തരത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ മാലിന്യമെല്ലാം കേരളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നടപടി കൊണ്ട് മാത്രം ഒതുങ്ങുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, തമിഴ്നാട് തിരുനെൽവേലിയിലെ കേരളത്തിലെ വേസ്റ്റുകൾ കൊണ്ട് തള്ളിയ സംഭവത്തിൽ സുനേജ് ഇക്കോ സിസ്റ്റം എന്ന കമ്പനിക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ തമിഴ്നാടിൻ്റെ കന്യാകുമാരി ബോർഡർ പ്രദേശങ്ങളിലാണ് ആദ്യം ഈ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെയാണ് ആരും കണ്ടെത്തില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി തമിഴ്നാടിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാലിന്യം തള്ളുന്ന രീതിയിലേക്ക് സംസ്ഥാനം കടന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ മാലിന്യമുക്ത പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും അന്യ സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് ആശുപത്രി മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടാതെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായിട്ടുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗികളുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്വകാര്യമായി സൂക്ഷിക്കേണ്ട രേഖകൾ ഉൾപ്പെടെ ഈ മാലിന്യങ്ങളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് സർക്കാർ ഈ സംവിധാനത്തെ എത്ര ചെറുതായിട്ടാണ് കണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഇതിൽ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ തിരുനെൽവേലിയിൽ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ തമിഴ്നാട് BJP ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ നടപടികൾ അല്ലെങ്കിൽ മെല്ലെപ്പോക്കാണ് ഉണ്ടായത്. ഈ ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ പോയി തിരുനെൽവേലി പോയി മാലിന്യങ്ങൾ മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നിട്ടും ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യം വന്നത്? ഇത് അധികൃതരുടെ അറിവോട് കൂടിയാണോ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പിന്റെ അറിവോട് കൂടിയാണോ എന്നൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ആദ്യം സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത് ഈ കരാർ കമ്പനി, ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന നടപടിയായിരിക്കും ആദ്യം സ്വീകരിക്കുക. പക്ഷെ അതേസമയം തന്നെ ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ വകുപ്പിന് കീഴിൽ വരുന്ന ഇത്തരം ഈ ശുചിത്വ മിഷന് കീഴിലും അതോടൊപ്പം തന്നെ ഹരിത കേരള മിഷന് കീഴിലും ഒക്കെ വരുന്ന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഈ നടപടി നേരത്തെ കണ്ടിട്ട് മൗനം പാലിച്ചു എന്നത് ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദേവിക.